ചൈനയുടെ പ്രധാനമന്ത്രി ലീ കെക്യുയാങ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കണമെന്ന് ലീ അഭിപ്രായപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. അന്താരാഷ്ട്ര വിഷയങ്ങളിലും വാണിജ്യമേഖലയിലും തന്ത്രപ്രധാന സഹകരണം ഇരു രാജ്യങ്ങൾക്കിടയിലുണ്ടാകണമെന്നും ലീ പറഞ്ഞു. ഉഭയകക്ഷി ബന്ധത്തിൽ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോജിച്ച് പ്രവർത്തിക്കാമെന്ന് നരേന്ദ്രമോദി അറിയിച്ചുവെന്നും വിദേശകാര്യ വക്താവ് സയ്യിദ് അക്ബറുദ്ദീൻ പറഞ്ഞു. He conveyed the Chinese government's desire to establish a robust partnership with the new government of India for further development of relations between the two nations. ഇതിനു പിറകെയാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി അടുത്ത മാസം ഇന്ത്യയിലെത്തുമെന്ന അറിയിപ്പുണ്ടായത്. ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങിനെയും പ്രധാനമന്ത്രി ലീയെയും ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ചൈനയിലെ ഭരണകൂടവുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ 9 തവണ അദ്ദേഹം ചൈന സന്ദർശിച്ചു. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളിലേക്ക് മൂലധന സമാഹരണം നടത്തുകയും ചെയ്തിരുന്നു. ചൈന ഇന്ത്യയിൽ നടത്തിയ വ്യാവസായിക നിക്ഷേപങ്ങളിൽ സിംഹഭാഗവും ഗുജറാത്തിലാണ്. മോദി പ്രധാനമന്ത്രിയായ ശേഷം ആദ്യ അഭിനന്ദനം ചൈനയിൽ നിന്നായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.